അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. സലാമത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിക്കുന്ന ഒരു അടിമയിൽ അല്ലാഹു തആല, അവന് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന അടിമയിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ള പരിശുദ്ധമായ ശഅബാനിൻ്റെ വളരെ മനോഹരമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സുന്ദരമായ ശഅബാനിൻ്റെ പകുതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബറാഅത്തിൻ്റെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബത്തിൽ ഈ പുണ്യമായ ദിനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ, നമ്മുടെ മറ്റുള്ളവരിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ അറിവിനെ എത്തിക്കാനും കൂടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രമിക്കണമെന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഇൽമ് അല്ലാഹു നാഫിയായ ഇൽമുകളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് 5 രാവുകളെ ദുആക്ക് ഇജാബത്തുള്ള രാവുകളായിട്ട് അവിടുന്ന് പറയുന്നുണ്ട്. ഒന്ന് ലൈലത്തുൽ ജുമഅ, പരിശുദ്ധമായ ജുമഅയുടെ രാവ്, വ്യാഴാഴ്ച രാത്രി ദിവസമാണ്. രണ്ടാമത്തെ ലൈലത്തുൽ അദ്ഹ, പരിശുദ്ധമായ ബലി പെരുന്നാൾ ദിനത്തിൻ്റെ രാവാണ്. മൂന്നാമത്തത് ലൈലത്തുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ദിനത്തിൻ്റെ അതിൻ്റെ രാവിനെ കുറിച്ചാണ്. പിന്നെ പറഞ്ഞത് അവ്വലു ലൈലത്തി മിൻ റജബ്, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ രാവിനെ കുറിച്ചാണ്. അഞ്ചാമതായിട്ട് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടുന്ന് പഠിപ്പിക്കുന്നത് വലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ പകുതി 15ൻ്റെ രാവിനെ കുറിച്ചാണ് മഹാനവറുകൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. നമ്മുടെ ബന്ധപ്പെട്ടവരോടും നാട്ടിലെ ഉസ്താദിനോടും നമ്മളെ കാണുന്നവരോടൊക്കെ നമ്മൾ ആ വിഷമങ്ങൾ പങ്കുവെക്കുന്ന ആളുകളാണ്. ജോലിയില്ലാത്തതും രോഗങ്ങളും കടങ്ങളും തുടങ്ങി നൂറുകണക്കിന് നീറുന്ന വിഷമങ്ങളാണ് നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ ഉള്ളത്. ഈ വിഷമങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറയേണ്ട ഒരു സമയം ആണ്, ഒരു രാത്രിയാണ് പരിശുദ്ധമായ ശഅബാനിൻ്റെ ഈ 15ൻ്റെ രാത്രി എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബറാഅത്ത് എന്ന് പറയുന്ന ഈ ഒരു വാക്കിൻ്റെ അർത്ഥം മോചനം എന്നാണ്. മോചനം എന്നതാണ് ബറാഅത്തിൻ്റെ ഉത്തരം. ആ ഒരു അർത്ഥം എന്ന് പറയുന്നത് ബറാഅത്തും മിനന്നാർ. അതിൽ തന്നെ നമുക്കറിയാം ബറാഅത്ത് എന്തിൽ നിന്നാണ് മോചിപ്പിക്കുന്നത്, എന്തിൽ നിന്നാണ് മോചനം നൽകുന്നത്. ബറാഅത്തും മിനന്നാർ, നരകമോചനത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ മോചിപ്പിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ഈ പുണ്യമായ ശഅബാനിൻ്റെ ഈ രാത്രി എന്ന് പറയുന്നത്. അത് എത്രത്തോളമാണ് എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ മുമ്പ് വിശുദ്ധമായ ഖുർആനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാമീം വൽ കിതാബിൽ മുബീൻ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു അനുഗ്രഹീതമായ ഒരു രാവിലാണ് ഈ വിശുദ്ധമായ ഖുർആനിനെ ഞാൻ ഇറക്കി എന്ന് അല്ലാഹു തആല നമ്മോട് പറയാൻ. ആ അനുഗ്രഹീതമായ രാവ് എന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഈ രാത്രി എന്ന് ഖുർആൻ ഇത് പരിചയപ്പെടുത്തിയത് ഇത് ശഅബാനിൻ്റെ 15നെ കുറിച്ചാണ് എന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഐ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാനി ലൈലത്തുൽ ബറാഅ, ബറാഅത്തിൻ്റെ പരിശുദ്ധമായ ആ രാവ്. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പല ഘട്ടങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട്. അല്ലാഹു തആല അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ആദ്യം ലൗഹുൽ മഹ്ഫൂദിലേക്ക്, നമുക്കറിയാം 30 ജുസുകളായിട്ട് 114 സൂറത്തുകളായിട്ട് 6666ഓളം ആയത്തുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് ഇറക്കുന്നതിൻ്റെ മുമ്പ് അല്ലാഹുവിൽ നിന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്ക് അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇറക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഘട്ടങ്ങളായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷം കൊണ്ട് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. ആദ്യം അല്ലാഹു തആല ഇതെല്ലാം ക്രോഡീകരിച്ച് വേണ്ട രൂപത്തിൽ അല്ലാഹു തആല അവിടുന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ആദ്യം തന്നെ കണക്കാക്കി വെക്കുന്നതാണ്. ആ കണക്കിനെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല കരുതിയതല്ലാതെ ഭൂമിയിൽ നടക്കില്ല എന്നതിനെ കുറിച്ച് നമുക്ക് ഈ ഒരു സംഭവത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്.
അല്ലാഹു തആല സന്ദർഭയോജിതമായിട്ടാണല്ലോ പിന്നീട് ആയത്തുകളും സൂറത്തുകളും ഓരോ വാക്യങ്ങളും വിശുദ്ധ ഖുർആനിലുള്ളത് ഇറക്കിയത് അല്ലേ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറാഅത്തിന്റെ ദിനത്തിൽ അതിന്റെ മുമ്പേ അല്ലാഹു തആല എല്ലാം കണക്കാക്കി വെച്ച് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഘട്ടങ്ങളായിട്ട് ഇറക്കി എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ തന്നെ നമുക്ക് ആ അള്ളാഹുവിന്റെ ആ ഒരു പവിത്രതയെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കണക്കാക്കിയിട്ടുള്ളത്, എന്താണ് വിചാരിച്ചിട്ടുള്ളത്, അത് മാത്രമേ നടക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, അതിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞല്ലോ, ഈ ബറാഅത്തിന്റെ രാവിലാണ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. അത് ഈ വിശുദ്ധമായ പുണ്യമാന ഈ ശഅബാനിന്റെ 15-നാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു ലൈലത്തും മുബാറക എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹീതമായൊരു രാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ആ അനുഗ്രഹീതമായ രാവ് മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം, ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, അത് 15ന്റെ രാവാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അനുഗ്രഹീതമായ രാവ് എന്ന് അവിടുന്ന് ഉദ്ദേശിച്ചത് തന്നെ അത് പരിശുദ്ധമായ ശഅബാനിന്റെ 15ന്റെ രാവിനാണ് എന്ന് മഹാനവറുകൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അവിടുന്ന് ഒരു വർഷത്തെ എല്ലാ കണക്കുകളും രേഖപ്പെടുത്തുന്ന ഒരു ദിവസം കൂടെയാണ് വിശുദ്ധമായ ഈ പുണ്യദിനമെന്ന്. ഒരു മനുഷ്യൻ്റെത് ഈ ലോകത്ത് നടക്കുന്നത് എല്ലാം അല്ലാഹുവെ അവിടുന്ന് പരിശുദ്ധമായ ഈ പുണ്യമാന ശഅബാനിന്റെ 15ന്റെ രാത്രിയിലാണ് അത്തരം മലക്കുകൾ അത് എഴുതി തുടങ്ങുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്. എല്ലാം അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അതിങ്ങനെ എഴുതിയ ഒരു വർഷത്തെ കണക്കുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന, അതിൽ നിന്ന് പകർത്തിയെടുക്കുന്ന ഒരു രാത്രി അല്ലെ, ഒരു രാത്രി, അത് ശഅബാനിന്റെ രാത്രി, ആ ശഅബാന്റെ പകുതിയുടെ രാത്രിയാണ് എന്ന് മുത്തുനബി പഠിപ്പിക്കുന്നുണ്ട്. അത് ഏതുവരെ ഉണ്ടാകും? ലൈലത്തുൽ പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ അതുവരെ ഒരു വർഷത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ കണക്കാക്കി വെക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നബി നിങ്ങൾ എണീക്കണം, എണീറ്റിട്ട് നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങളുടെ കരങ്ങളും നിങ്ങളുടെ കൽബും നിങ്ങളുടെ തലയും ഒക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ ജിബ്രീൽ മാ ഹാദിഹി ലൈല, ഇത് ഏത് രാത്രിയാണ്, എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം, എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് മുത്തുനബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഹാദിഹി ലൈലത്തു യുഫ്തഹു ഫീഹാ 300 ബാബു മിൻ റഹ്മതി വൽ മഗ്ഫിറ, റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും ഒക്കെ കവാടങ്ങളും, എത്ര കവാടം? 300 കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചുകൊണ്ട് തൻ്റെ അടിമയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. അതുകൊണ്ട് ഈ രാത്രിയെ നിങ്ങൾ ബഹുമാനിക്കണം, ഈ രാത്രിയെ നിങ്ങൾ ആദരിക്കണം. ഈ രാത്രിയിൽ അല്ലാഹുവിനോട് എന്തും ചോദിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തൻ്റെ വീട്ടിൽ ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങാൻ, മുത്തുനബി ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ, ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങാൻ. അന്ന് ആയിഷ ബീവിയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി കിടക്കേണ്ട ദിവസം. അങ്ങനെ ആയിഷ ബീവി കിടന്നപ്പോൾ റസൂലുള്ളാഹി ഉണ്ട്. പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ റസൂലുള്ളാഹിയെ കാണുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ആയിഷ ബീവി വിഷമിച്ചു, വിചാരിച്ചു പോയി, സംശയിച്ചു പോയി, പടച്ചോനെ നിന്റെ ദിവസമാണല്ലോ, ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി എന്നെ അറിയാതെ പോയോ, എന്നെ പിന്നെ കബളിപ്പിച്ചു പോയോ എന്നിവരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിച്ചു പോയിട്ടുണ്ട്. ആയിഷ ബീവി നോക്കുമ്പോൾ അവിടുന്ന് കാണാതെ വന്നപ്പോൾ ഈ ചിന്തയോടെ ആയിഷ ബീവി എല്ലാ വീട്ടിലും ചെന്ന് നോക്കി, ഭാര്യമാരെ വീട്ടിലൊക്കെ ചെന്ന് നോക്കി, അവിടെ നിന്ന് റസൂലുള്ളാഹിനെ കാണില്ല. പിന്നെ ഫാത്തിമ ബീവിന്റെ വീട്ടിൽ പോയി, അവിടെയും കാണുന്നില്ല. അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, മുത്തുനബിയെ കാണുന്നില്ല. എവിടെ കിടന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്, എവിടെയെന്ന് അറിയുന്നില്ല, എല്ലായിടത്തും തിരഞ്ഞു, കാണുന്നില്ല. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ പള്ളിയിലും എല്ലാ വീടുകളിലും ഒക്കെ അന്വേഷിച്ചു, കാണുന്നില്ല. പിന്നെ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രകാശം കാണുന്നുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത് റസൂലുള്ളാഹിന്റെ പ്രകാശമാണ്.
മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ സ്വഹാബത്ത് മകളും അതുപോലെ തന്നെ ഭാര്യയും അലി റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണ്. സുജൂദിൽ കിടന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്, പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. പറയുന്നു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, അല്ലാഹുവേ നീ ശിക്ഷിക്കാൻ അർഹതയാണെങ്കിൽ നിനക്ക് ശിക്ഷിക്കാനുള്ള അർഹതയുണ്ട്, കാരണം അത് നിന്റെ അടിമകളാണ് ഇവരൊക്കെ. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അങ്ങനെയല്ല പാപങ്ങളൊക്കെ പൊറുക്കാൻ അതാണ് നിന്റെ മനസ്സെങ്കിൽ, അതാണ് നീ വിചാരിക്കുന്നെങ്കിൽ അതിനും നീ യോഗ്യനാണ്, അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അങ്ങനെ കരയുന്നുണ്ട്. അതാരെ കുറിച്ചിട്ടാണ്? തൻ്റെ ഉമ്മത്തീങ്ങളായ നമ്മെക്കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയുടെ ഭാഗത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചെന്നിട്ട് ചോദിക്കണം, മാ അസ്വാബക യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയെ, വാപ്പാ നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് സങ്കടത്തോടെ ചോദിക്കുകയാണ്. നബിയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അദുവുൻ ഹളറ, വല്ല ശത്രുക്കളും ഹാദിറായിട്ടുണ്ടോ? ഔ വഹയ്യുൻ നസല, വല്ല വഹയും വന്നോ, അതോ വല്ല വഹയും വന്നിക്കാണോ, നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഹളറൽ അദു, ഒരു ശത്രുവും വരുന്നില്ല. വമാ നസലൽ വഹയു, ഒരു വഹയും ഇറങ്ങുന്നില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ലൈലത്തുൻ ബറാഅയുടെ രാവാണ്, പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവാണ്, ബഹുമാനിക്കേണ്ട രാവാണ്, ഇബാദത്ത് ചെയ്യേണ്ട രാവാണ്. എന്നിട്ട് ഫാത്തിമ ബിയോട് പറഞ്ഞു, ഫാത്തിമ, നാളെ മഹ്ശറയിൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഇതുപോലെയാണ് ഞാൻ കിടന്നിട്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ കിടന്നിട്ട് ഞാൻ അവിടുന്ന് കരയുന്നത് അവർക്ക് ശഫാഅത്തിന് വേണ്ടിയിട്ട്, ആ മഹ്ശറയിൽ നിന്നൊന്ന് പോകാൻ, അവരുടെ നന്മയിലേക്ക്, അവരുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ കരയുന്നത്. അതുകൊണ്ട് അറത്തു റിളായ, എൻ്റെ തൃപ്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്ജുദു, നിങ്ങളും സുജൂദിൽ കിടക്കണം, നിങ്ങളും സുജൂദിൽ കിടക്കണം. എന്നിട്ടോ അവിടുന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വഅയ്നൂനി ബിദ്ദുആഇ വതളർറുഅ, അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന കൊണ്ടും താഴ്മ കൊണ്ടും നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ ആയിഷ ബീവി, മകളായ ഫാത്തിമ ബീവി, അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും രണ്ടുപേരോടൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവും അവിടെ നിന്ന് ഒരുമിച്ച് കൂടി പാപങ്ങളായ നമുക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി അന്നത്തെ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിശുദ്ധമായി വരുന്ന ശഅബാനിന്റെ 15 രാവ് നമ്മൾ തള്ളിക്കളയാനുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞൊരു രാത്രിയാണ്, നമുക്ക് വേണ്ടി അവിടുന്ന് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത രാത്രിയാണ്. ഈ രാത്രിയിൽ നമ്മളും അതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മയോടുകൂടെ എല്ലാ സൗകര്യങ്ങളും, എല്ലാ ആഡംബരങ്ങളും, എല്ലാ കളി തമാശകളും മാറ്റിവെച്ച് നമ്മൾ പൊട്ടിക്കരയേണ്ട, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ മനസ്സ് വെക്കേണ്ട ഒരു രാത്രിയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും നമുക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു. അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സംഭവങ്ങളും ഈ പരിശുദ്ധമായ ശഅബാനിന്റെ 15 രാവിൽ നടന്നിട്ടുണ്ട്. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ തിരിഞ്ഞുകൊണ്ട് അവരുടെ ഖിബലയായിട്ട് നിസ്കരിച്ചിരുന്നത്. 17 മാസം 3 ദിവസം അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ മനസ്സിനകത്ത് എനിക്ക് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞിട്ടുള്ള ആ ഒരു അവസരം, ആ ഒരു നിസ്കാരത്തെ, ആ ഖിബല കഅബയായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കുന്നത് പരിശുദ്ധമായ ഈ ശഅബാനിന്റെ ഒരു 15 രാവിലാണ്. ആ പകുതിയുടെ രാവിലാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ സ്വലാത്ത് ചൊല്ലാൻ ഓരോ വെള്ളിയാഴ്ചയും ഓരോ മുസ്ലിമും അവിടുന്ന് കേൾക്കുന്നതാണ്. പള്ളിയിൽ നിന്ന്, മെഹ്റാബിൽ നിന്ന്, മിമ്പറിൽ നിന്ന് ഉസ്താദ് ഖുതുബ ഓതുന്ന ആയത്തുണ്ട്, ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഞാനും എൻ്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെല്ലണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന ആയത്ത് അല്ലേ. ഈ ഒരു സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനോട് പറയുന്നത് എല്ലാവരും ചെല്ലൂ എന്ന്, ഞാനും എൻ്റെ മലക്കളും ചെല്ലും, അതുകൊണ്ട് നിങ്ങളും ചെല്ലുന്നുള്ള ഉപദേശം നൽകുന്നത് എൻ്റെ പ്രിയമുള്ളവരെ അത് ഈ പരിശുദ്ധമായ പുണ്യമായ ഈ ഒരു മാസത്തിലാണ്.
ഈ ഒരു പുണ്യമായ രാവിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ, അവിടുന്ന് വലിയ മഹത്വം കൊടുത്ത ഒരു സംഭവങ്ങളാണ്. റസൂൽ ഏറെ സന്തോഷിച്ച് അവിടുന്ന് സുജൂദിൽ കടന്ന സംഭവമാണ് ഈ സംഭവമൊക്കെ. എൻ്റെ പ്രിയമുള്ളവർ, അതേപോലെ തന്നെ പരിശുദ്ധമായ പുണ്യമായ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മഹാനായ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവിടുന്ന് പറയുന്നത് കാണാം. പരിശുദ്ധമായ പുണ്യമായ ദിനം, ഇതിൻ്റെ രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഇശാ മഅരിബിൻ്റെ ഇടയിൽ 3 യാസീന് നമ്മൾ പാരായണം ചെയ്യണം, അല്ലേ? ഭക്ഷണ വിശാലതക്കാണ് ഒന്നാമത്തെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകാനാണ്. നമ്മുടെ ആയുസ്സിൽ നല്ല ബറക്കത്ത് വേണം. ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ ബറക്കത്ത് വേണം, ആഫിയത്ത് വേണം, ഒക്കെ വേണം. അല്ലാതെ ഒത്തിരി ആൾക്കാരുടെ രോഗത്തിൽ അങ്ങനെ വർഷങ്ങളായി കിടക്കുന്നു, കാര്യമുണ്ടോ? ഒന്നുമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജോലി നഷ്ടപ്പെടരുത്, നമുക്ക് പ്രയാസപ്പെടരുത്, അങ്ങനെ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ നല്ല മരണം, ആക്കിബത്ത് നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നല്ല മരണം നമുക്ക് കിട്ടണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല മരണം നൽകട്ടെ. ഇത് നമ്മൾ യാസീൻ ഓതുമ്പോൾ ഒരു യാസീൻ ഓതിയിട്ട് മിൻ ഗൈരി കലാമി അജ്നബിയിൻ, മന്മാർ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയത് കാണാം. ഒരിക്കലും ഇതിൻ്റെ അടിയിൽ ദുന്യവിയായിട്ടുള്ള മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടരുത്. ഒന്ന് ഒരു യാസീന്, പിന്നെ അതുപോലെ തന്നെ ഒന്ന് ദുആ ചെയ്ത് രണ്ടാമത്തെ യാസീൻ, പിന്നെ മൂന്നാമത്തെ യാസീൻ, അങ്ങനെ തന്നെ കൃത്യമായിട്ട് ഓതുന്ന ഒരു മനസ്സ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏറ്റവും കൂടുതൽ അന്നത്തെ ദിവസം അധികരിപ്പിക്കേണ്ട ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് പറയുന്ന പരിശുദ്ധമായ ദിക്ർ നമ്മൾ അധികരിപ്പിക്കണം. മഹാനായ ഇബ്നു മാജ അടക്കം, ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ശുഅബുൽ ഈമാൻ അടക്കം ഈ ഒരു പറഞ്ഞൊരു ഹദീസും ഈ വിശുദ്ധമായ ഈ ശഅബാനെ കുറിച്ച് 15ന്റെ ആ ദിനത്തെക്കുറിച്ചും രാവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് പറയുന്നത് കാണാം, ഇദാ കാന ലൈലത്തു മിൻ നിസ്ഫി ശഅബാൻ ഫഖൂമു, അന്നത്തെ രാത്രിയിൽ ആ ശഅബാന്റെ 15ന്റെ രാവിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിസ്കരിക്കൂ. നിസ്കാരത്തെ കുറിച്ചിട്ട് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചറബ് പഠിപ്പിച്ചതായിട്ട് പറയാണ്. അതുപോലെ തന്നെ വസൂമു നഹാറഹ, അവിടെ നിന്ന് നിങ്ങൾ പകലിൽ ആ ഒരു പരിശുദ്ധമായ 15ന്റെ പകലിൽ നിങ്ങൾ അവിടെ നിന്ന് നോമ്പെടുക്കൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വരുന്ന പരിശുദ്ധമായ ശഅബാനിൻ്റെ 15ന്റെ രാവ് എന്ന് പറയുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ അതിൻ്റെ പരിശുദ്ധമായ ദിനം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ പരിശുദ്ധമായ ശഅബാനിൻ്റെ പകുതിയുടെ രാത്രിയിലേക്ക് നമ്മളെത്തി. പിന്നെ ചൊവ്വാഴ്ചയായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ദിനത്തിലേക്കെത്തി. ആ ദിനത്തിൽ നോമ്പെടുക്കാനും ശ്രമിക്കുക. നമ്മളെടുക്കുക, നമ്മുടെ മക്കളെ, ഭർത്താവിനെ, ഭാര്യയെ, വീട്ടുകാരെ, കൂട്ടുകാരെ എല്ലാവരെയും ഇതിലേക്ക്, ഈ നന്മയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല പരിശുദ്ധ ശഅബാനിൻ്റെ മഹത്വം ലഭിച്ചവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുള്ളവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.